രണ്ടാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ പരിശോധന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശോധന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രഹവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അപ്പം ഇവിടെ രണ്ടാമത് നമ്മൾ അതിന്റെ രണ്ടാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസ് തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ് കാണുന്നത്. ശരിക്കും നമുക്കറിയാമല്ലോ, പരിച്ഛേദന എന്തിനാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത്? നമ്മൾ അധികം വിശദീകരണം ഇല്ലാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പരിച്ഛേദന യഹൂദന്മാർക്ക് കൊടുത്തതാണ് എന്ന് നമുക്കറിയാം. ഈ പരിച്ഛേദന കൊടുത്തതിന് ശേഷമാണ് ന്യായപ്രമാണം കൊടുത്തതെന്ന് നമുക്കറിയാം. ആദ്യം പരിച്ഛേദനയാണ് കൊടുത്തത്. അത് അബ്രഹാമിലൂടെ കൊടുത്തതാണ്. അബ്രഹാമിനോട് പറഞ്ഞായിരിക്കുന്ന കാര്യം, നീയും നിന്റെ മകനും നിന്റെ വീട്ടിലുള്ള ആൺപ്രജകളൊക്കെയും ദാസനായാലും സ്വതന്ത്രനായാലും എല്ലാവരും പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞു എന്ന് നമുക്കറിയാം. ആദ്യമായിട്ട് ലോകത്തിലെ ഈ ഒരു പ്രമാണം അവിടെ നിന്നായിരിക്കാം തുടങ്ങിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ആ കാലഘട്ടങ്ങളിലും മറ്റേതെങ്കിലും ജാതികൾക്ക് അങ്ങനെ ഒരു പ്രമാണം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ നല്ല കാര്യം. എന്തായാലും ഇത് യഹൂദന് കൊടുത്തായിരിക്കുന്ന നിയമമാണ്. അപ്പൊ ഈ പരിച്ഛേദനയും പ്രമാണവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് വായിക്കണമല്ലോ. പരിച്ഛേദനയും ന്യായപ്രമാണം എന്നുള്ളതായിരിക്കുന്ന നിയമാവലികൾ മോശയിലൂടെയാണ് കൊടുത്തത്. ആ സമയത്ത് അല്ല പരിച്ഛേദന കൊടുത്തത് എന്ന് നമുക്കറിയാം. ഞാൻ അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിലെ ഒരു 2 വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം നമുക്ക് എടുക്കാം. ന്യായപ്രമാണത്തിന്റെ ആരംഭവും അതിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം അല്ല, പരിച്ഛേദന എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ന്യായപ്രമാണത്തിന്റെ അടയാളമായിട്ടാണ് കൊടുത്തത്. അതായത് പരിച്ഛേദന ഏൽക്കുന്ന ഒരു മനുഷ്യൻ ന്യായപ്രമാണം അനുസരിക്കാൻ ബാധ്യതയുള്ളവനാണ്, ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അപ്പം വരും നാളുകളിൽ അവർക്ക് ന്യായപ്രമാണം എഴുതി കൊടുക്കും എന്നുള്ളതായിരിക്കുന്ന ആ കാര്യത്തോടു കൂടി തന്നെയാണ്, അതിന് അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുത്തത് എന്ന് കാണാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്ക് മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. അപ്പം ഇവിടെ പറയുന്നത്, ഞാൻ എനിക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഞാൻ ഒരു നിയമം നിങ്ങളോട് സ്ഥാപിക്കും. സ്ഥിരമായിരിക്കുന്ന ഒരു നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതിയായാലും നിന്റെ സന്തതിയിലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലക്കി വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ
ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. അപ്പം വളരെ കർക്കശമായിരിക്കുന്ന ഒരു നിയമമാണ് ഇസ്രായേലിന് കൊടുത്തത്. ഒരുത്തൻ പരിശോധന ഏറ്റില്ലെങ്കിൽ അവനെ കൊന്നുകളയണം, അവനെ ഛേദിച്ചു കളയണം എന്ന്. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? പത്താമത്തെ വാക്യം കണ്ടില്ലയോ? എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യമുള്ളത് നിങ്ങൾ പ്രമാണിക്കുന്നതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിശോധന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിശോധന ഏൽക്കണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യമുള്ള നിയമത്തിന്റെ അടയാളമാകും. അതായത് ന്യായപ്രമാണം. എനിക്കും നിങ്ങൾക്കും മധ്യമുള്ളായിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് എന്താ? ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണത്തിന് അവർ ന്യായപ്രമാണം അനുസരിക്കാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് എന്നുള്ളതിന് ഉള്ളായിരിക്കുന്ന ഒരു അടയാളമായിട്ടാണ് പരിച്ഛേദന വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ പരിച്ഛേദന അവർക്ക് നിർബന്ധമാണ്. അപ്പൊ പൗലോസ് ഇവിടെ പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാല് പൗലോസ് അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന്റെ 3-ാം വാക്യം, പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണം ഏറ്റുപോയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവം മോശയിലൂടെ കൊടുത്തായിരിക്കുന്ന, ഇസ്രായേൽ ജനത്തിന് കൊടുത്തായിരിക്കുന്ന ആ ന്യായപ്രമാണം മുഴുവൻ ചെയ്യാൻ തക്കവണ്ണം ദൈവത്തോട് അവനൊരു ഉടമ്പടി ചെയ്യുകയാണ്. ദൈവമേ, നിന്റെ നിയമം ഞാൻ ഇനി മുതൽ എന്നേക്കും പാലിക്കും, അനുസരിക്കും. നിന്റെ നിയമം ഞാൻ അനുസരിപ്പാൻ തക്കവണ്ണം ഞാൻ അതിന് ഉത്തരവാദിത്വമുള്ളവനാണ്, ഞാൻ അതിന് ബാധ്യസ്ഥനാണ്, ഞാൻ അത് ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഒരു ഉടമ്പടി ദൈവവുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ശരിക്കും പരിച്ഛേദന എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം ചെയ്യാം എന്നുള്ള എഗ്രിമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് യഹൂദൻ ചെയ്തതായിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ന്യായപ്രമാണം എനിക്കുള്ളതാണ്, അതെന്റെ ദൈവം തന്നാണ്, ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് പരിച്ഛേദന എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമുക്കറിയാമല്ലോ, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ നിത്യജീവൻ ആധാരമായതായിരിക്കുന്ന ഒരു പ്രമാണമേ അല്ല. ന്യായപ്രമാണം ചെയ്ത് ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റുകയില്ല. ഒരു ന്യായപ്രമാണം എങ്ങനെയെല്ലാം ആചരിച്ചാലും അനുസരിച്ചാലും അതുകൊണ്ട് നിത്യജീവനില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തോടു കൂടിയുള്ളായിരിക്കുന്ന യഥാസ്ഥാനത്വം, അല്ലെങ്കിൽ ദൈവത്തോടു കൂടിയുള്ളായിരിക്കുന്ന ജീവിതം ന്യായപ്രമാണം കൊണ്ട് കിട്ടുകയില്ല. നമുക്കറിയാമല്ലോ, ന്യായപ്രമാണത്തിന്റെ 99 കൽപ്പന അനുസരിച്ചിട്ട് ഒരെണ്ണം അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ന്യായപ്രമാണ പ്രകാരം കുറ്റക്കാരനാണ്. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി എന്നുള്ളതായിരിക്കുന്ന ദൈവ നിയമം ഇവനെ സംബന്ധിച്ച് ബാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും ഒരാൾ ന്യായപ്രമാണം 100-ൽ 100 ചെയ്തു എന്നിരിക്കട്ടെ, ന്യായപ്രമാണം മുഴുവൻ അങ്ങ് ചെയ്തു, എങ്ങനെയെങ്കിലും ചെയ്തു, കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് അവന് നിത്യജീവനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിത്യജീവനില്ല. ഒന്നിൽ തെറ്റിയ സകലത്തിലും തെറ്റി എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഇത് തെറ്റാതെ ആർക്കും, ന്യായപ്രമാണത്തിൽ ഒന്നുപോലും പിഴയ്ക്കാതെ ആർക്കും ന്യായപ്രമാണത്തിന്റെ മുഴുവൻ ചട്ടങ്ങളും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഏകദേശം 613 കൽപ്പനകളുണ്ട് ന്യായപ്രമാണത്തില്. ഇതെല്ലാം ചെയ്ത് ഒരു മനുഷ്യ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നന്നാകാനായിട്ട് പറ്റുകയില്ല. പിന്നെ എന്തിനാ ഈ ന്യായപ്രമാണം കൊടുത്തത്? അപ്പൊ നിത്യജീവൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? ഞാൻ ഒരു പഴയ നിയമ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ബൈബിൾ ഉള്ളവരെല്ലാവരും എടുക്കുക. യഹസ്കേൽ പ്രവചനം അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. എന്തിനാണ് ഈ ന്യായപ്രമാണം കൊടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ന്യായപ്രമാണം എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു? അതിന്റെ യഹസ്കേൽ പ്രവചനം അതിന്റെ 20-ാം അധ്യായം അവിടെ പറയുകയാണ്. അതിന്റെ 25-ാം വാക്യം, യഹസ്കേൽ 20:25, ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. യഹസ്കേൽ 20:25 ന്യായപ്രമാണം കൊടുത്തതിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷീകരിക്കുകയാണ്. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും
ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ആ, അപ്പോഴല്ലേ നമുക്ക് ചോദ്യം, പിന്നെ എന്തിനാ ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് മോശയിലൂടെ ഇത്ര വലിയൊരു പ്രമാണ ഗ്രന്ഥം കൊടുത്തത്? അവർക്ക് ജീവരക്ഷ പ്രാപിക്കാൻ അതിനകത്ത് വഴിയില്ല. അത് കൊള്ളരുതാത്താണെന്ന് ദൈവം ന്യായപ്രമാണം കൊടുത്തിട്ട് ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്, അത് കൊള്ളരുതാത്തതും ജീവരക്ഷയ്ക്ക് ഉതകാത്തതുമാണെന്ന്. ഈ കൊള്ളരുതാത്തത് എന്ന് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം നിത്യജീവൻ പ്രാപിക്കാൻ വകയില്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. നിത്യജീവൻ അതിനകത്തില്ല, അതിനകത്ത് നിത്യജീവൻ ലഭിക്കുകയുമില്ല. ന്യായപ്രമാണം 100 ചെയ്താലും ഒരു മനുഷ്യന് അതിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അതിനെ കൊള്ളരുതാത്ത ചട്ടങ്ങൾ എന്ന് ദൈവം തന്നെ സാക്ഷീകരിച്ച് പറഞ്ഞത്. നമുക്കറിയാം, ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നിമയമായിരിക്കുന്ന കൽപ്പനകൾ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തില്. മധ്യസ്ഥൻ മുഖാന്തരം അത് ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു, അങ്ങനെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണം കൊടുത്തത് നമ്മുടെ ദൈവമാണ്, നമ്മുടെ ദൈവം തന്നെയാണ്. പക്ഷെ ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞു, നിത്യജീവൻ ഇല്ലാത്ത കൽപ്പനകൾ, ജീവൻ പ്രാപിപ്പാൻ കഴിയാത്ത കൽപ്പനകൾ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അത് കൊടുത്തത്? എന്തിനാ കൊടുത്തതെന്ന് ഇതേ യെഹെസ്കേൽ പ്രവചനത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കിയേ, എന്തിനാ അത് കൊടുത്തതെന്ന്. ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഇതാണ് കാര്യം. ഞാൻ എൻ്റെ ചട്ടങ്ങളും വിധികളും അവർക്ക് കൊടുത്തത് അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് സാമൂഹികമായിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, അവരുടെ രാജ്യത്തിന് വേണ്ടുന്ന ഒരു നല്ല ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന നിയമാവലിയാണ് ന്യായപ്രമാണം. അത് ഒരു പ്രാവശ്യം അല്ല പറയുന്നത്. യെഹെസ്കേലിൽ മാത്രം, യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൽ മാത്രം 3 പ്രാവശ്യം പറയുന്നുണ്ട് അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കുമെന്ന്. ഇപ്പൊ ഞാൻ വായിച്ചത് 11-ാമത്തെ വാക്യമല്ലേ, അതിന്റെ 13-ാമത്തെ വാക്യം നോക്കിയേ. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ചു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ശബ്ദങ്ങളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി, ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, അവരെ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. വീണ്ടും വീണ്ടും പറയുകയാണ്, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്ന് പറഞ്ഞാല് ഇനി അത് അതേ അധ്യായത്തിൽ പിന്നെയും ഒന്നുകൂടി ദൈവം എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യം നോക്കിയേ. എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു, അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എൻ്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അപ്പം ശരിക്കും ന്യായപ്രമാണം കൊടുത്തത് നിത്യജീവന് വേണ്ടിയിട്ടല്ല. ന്യായപ്രമാണം 100-ൽ 100 അനുസരിച്ചാലും അനുസരിക്കാൻ മനുഷ്യന് പറ്റുകയില്ല. 100-ൽ 100 അനുസരിച്ചാലും മനുഷ്യന് അതിൽ നിത്യജീവനില്ല. ദൈവത്തോട് യഥാസ്ഥാനപ്പെടാനുള്ള, ആദാം മുഖാന്തരം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പിരിഞ്ഞു പോയതായിരിക്കുന്ന മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന യാതൊരു നീതീകരണത്തിനും ന്യായപ്രമാണത്തിൽ വകയില്ല. പിന്നെ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ, അവരുടെ രാഷ്ട്രീയമായ, അവരുടെ സാമൂഹികമായ, അവരുടെ രാജ്യപരമായിരിക്കുന്ന ജീവിതത്തിന് അത് ആവശ്യമാണ്. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ അച്ചട്ടായിട്ട് അനുസരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യൻ ചെയ്യുമ്പോൾ ദൈവം അവരുടെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിക്കും. ഭൗതിക ജീവിതത്തെ, ആത്മീക ജീവിതവുമായിട്ട് ന്യായപ്രമാണത്തിന് ബന്ധമില്ല. അവരുടെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല്, ഇവരുടെ ആദ്യ ഫലങ്ങളും പിന്നെ എന്താണ്, ആദ്യമായിട്ട് പിറക്കുന്ന ആടുമാടുകളും അങ്ങനെയുള്ളായിരിക്കുന്ന കടിജൂലികളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ദൈവത്തിനുള്ളതാണ്. അതെല്ലാം ഒരു യഹൂദൻ കൃത്യമായിട്ട് ദൈവത്തിന് അവൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അവരുടെ വിളവുകളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അവരുടെ കൊയ്ത്തും അവരുടെ വിതയും കൊയ്ത്തും എല്ലാം അനുഗ്രഹിക്കും. അവരുടെ കൃഷിയിടങ്ങൾ നന്നായിട്ട് വിളയും. അവരുടെ ആദ്യ മക്കളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ഏതൊരു കാര്യം അവർ ചെയ്യുമ്പോഴും ആണ്ടിൽ 3 പ്രാവശ്യം ഉള്ള ആണുങ്ങളെല്ലാവരും 20 വയസ്സിന് മേലേക്കുള്ളായിരിക്കുന്ന എല്ലാ ആണുങ്ങളും എവിടെ വരണം? യെരുശലേമിൽ വരണം.
ആ യെരുശലേമിൽ വരുന്നതിലൂടെ അവര് തീർച്ചയായിട്ടും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും. ദൈവം ഭൗതികമായിരിക്കുന്ന നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് അവർക്ക് ന്യായപ്രമാണം കൊടുത്തിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പല ഭക്ഷണങ്ങളും അവരോട് കഴിക്കരുതെന്ന് പറഞ്ഞ്? പല ഭക്ഷണങ്ങളും അവരോട് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് എന്തൊക്കെയാ നമുക്കറിയാം, പന്നി അവർക്ക് നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ഒരുപാട് പറവജാതികള്, പല ഇഴജന്തുക്കള്, മറ്റു പല മൃഗങ്ങള്, കുളമ്പ് രണ്ടായി പിളരാത്തതും പിന്നെ അയവിറക്കാത്തതുമായിരിക്കുന്ന മൃഗങ്ങളെ അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തിനാ ദൈവം അവർക്ക് കൊടുത്തേ? നമ്മൾ വിചാരിക്കും ഇത് എന്തിനു കൊടുത്തതാ അല്ലേ? ചിലപ്പം എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണോ കൊടുത്തത്? തീർച്ചയായിട്ടും ഗുണമുണ്ടായിട്ടാ കൊടുത്തത്. ഇപ്പൊ സാധാരണ പന്നി ഇറച്ചി തിന്നുന്നതിനെ കുറിച്ച് ഈ കാലത്തെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് അറിയാമോ? പന്നി ഇറച്ചി എത്ര മണിക്കൂറുകൾ വേവിച്ചാലും അതിന്റെ ഉള്ളിലെ ചില ബാക്ടീരിയകള് ചാകാതിരിക്കുമെന്നാണ്. അത് മനുഷ്യന്റെ ശരീരത്തിന് ദോഷം ചെയ്യുമെന്നാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ദൈവം തിന്നരുത് എന്ന് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ തിന്നാതിരുന്നാൽ അവർക്ക് അതുകൊണ്ട് നന്മയുണ്ട്, അതുകൊണ്ട് അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഈ പെസഹായിക്ക് ആടിനെ അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞല്ലോ. ആടിനെ അറുത്ത് ഭക്ഷിക്കുമ്പോൾ കയ്പ് ചീരയോടുകൂടെ അത് കഴിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. കയ്പ് ചീരയോടുകൂടെ അതിനെ ആടിനെ കഴിക്കുമ്പോൾ ആട്ടിറച്ചിയൊക്കെ കണ്ടമാനം തിന്നുമ്പോൾ കയ്പ് ചിരിയോടുകൂടി തിന്നാൻ പറഞ്ഞേ. നമുക്ക് പലപ്പോഴും ഇതിന്റെ ഒന്നും അർത്ഥം അറിയില്ല, പക്ഷെ അതൊരു വലിയ സത്യമാണ്. എന്താണെന്നറിയാമോ? ഈ കയ്പ് ചിരിയോടുകൂടെ തിന്നുന്നതിലൂടെ കൊളസ്ട്രോൾ ഇല്ലാതെയാവും. ഈ മാംസം ഭക്ഷിക്കുമ്പോൾ കൊളസ്ട്രോൾ ഇല്ലേ, ഈ കൊളസ്ട്രോള് ഇല്ലാതെ ആകാനാണ് കയ്പ് ചിരിയോടുകൂടെ തിന്നാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കാര്യങ്ങള്? അപ്പം അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ഭൗതികമായ ജീവിതത്തെ അനുഗ്രഹിക്കാനും അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അവരോട് തിന്നരുതെന്നും കഴിക്കരുതെന്നും ഒക്കെ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, പൗലോസ് പറയാണ്, നിങ്ങളെ പരിച്ഛേദനയേറ്റാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. അപ്പൊ പരിച്ഛേദന ബന്ധപ്പെട്ട് കിടക്കുന്ന ന്യായപ്രമാണത്തോടാണ്. പരിച്ഛേദന ഏറ്റാൽ അവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയാണ്. ദൈവമേ, നിന്റെ ന്യായപ്രമാണ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ പാലിച്ചുകൊള്ളാം എന്ന് പറയുകയാണ്. അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനം 5-ാം 4-ാം വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറുപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. അപ്പം ആരെങ്കിലും നീതീകരണത്തിനുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പാകെ പാപം ക്ഷമിക്കപ്പെടാനും ദൈവം കുറ്റവിമുക്തനാക്കാനും ഉള്ളതായിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്, ഉടമ്പടിയാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായപ്രമാണത്തെ അനുസരിക്കാനായിട്ട് തുനിഞ്ഞാൽ അവന് ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല എന്നർത്ഥം. നോക്കിക്കേ, ഇന്നത്തെ സമൂഹത്തോട് ഇത് പറഞ്ഞാൽ അവര് വിശ്വസിക്കുമോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഏത് മനുഷ്യനും ക്രിസ്തുവിനെ കാൽവരി കുരിശിലെ യാഗമരണത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അവര് പോലും അറിയാതെ പല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്കും അവര് തിരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് അറിഞ്ഞുകൂടാ. അവരറിയാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടെന്ന്. നോക്കിയേ, പിന്നെ എന്താണ്, നല്ല കർത്താവിനുള്ള വിശ്വാസവും വേണം, നല്ല പ്രവൃത്തിയും വേണം ഒരുത്തൻ രക്ഷപ്പെടാൻ എന്ന് ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. നിങ്ങളാരും പറയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ നല്ല പ്രവൃത്തിയൊക്കെ എവിടുന്ന വന്നതെന്നറിയാമോ? ഏത് നല്ല പ്രവൃത്തിയുടെയും അടിസ്ഥാന ന്യായപ്രമാണമാണ്. അപ്പം ഒരുത്തൻ രക്ഷ പ്രാപിക്കാനായിട്ട് കാൽവരിയിലെ കുരിശിലും വിശ്വസിക്കുന്നു, പ്രവൃത്തിയിലും കൂടെ വിശ്വസിക്കുമ്പോൾ അറിയാതെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, പിന്നെ ഈ എന്താണ്, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്
എന്റെ പാപത്തിന്റെ പരിപൂർണ പരിഹാരമായ ക്രിസ്തുയേശുവിന്റെ യാഗമരണം മാത്രമാണ് എന്റെ ആത്മരക്ഷയ്ക്ക് നിദാനം എന്ന് നാം പറഞ്ഞിട്ട് ആ കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൂടെ ഏൽക്കണം എന്നൊരുത്തൻ പറഞ്ഞാൽ, സ്നാനം കൂടി ഏറ്റാൽ, ശരിക്കും ഈ സ്നാനം എവിടുന്ന വന്നേ? എവിടുന്ന ഉത്ഭവിച്ചേ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാ സ്നാനം. പണ്ട് പുരോഹിതന്മാരെയും പിന്നെ ഒക്കെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പേ അവരുടെ ശരീരം ശുദ്ധവെള്ളത്തിൽ കഴുകണം. പുരോഹിതന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര്, അവരുടെയൊക്കെ ശരീരം ശുദ്ധവെള്ളത്തിൽ കഴുകണം. ഇത് ന്യായപ്രമാണത്തിന്റെ ചട്ടമാണ്. അവര് ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ശരീരം കഴുകണം, ബലിയർപ്പണം കഴിഞ്ഞ ശരീരം കഴുകണം. ഇതെല്ലാം ഈ ജലത്തിലുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത് ശരിക്കും ന്യായപ്രമാണത്തിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മള് കാൽവരിക്കുരിശിൽ ആശ്രയിക്കുകയും നമ്മള് പിന്നെ ഒപ്പം സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും, അങ്ങനെ ആരെങ്കിലും ശാഠ്യം കാണിച്ചാൽ പോലും നാം അറിയാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ പൗലോസോട് പറയുന്നു നോക്കി, അങ്ങനെയാണല്ലേ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അത് അത്ര കർക്കശമാണ് പൗലോസിന്റെ എഴുത്തുകളില്. ന്യായപ്രമാണവും കൃപയും തമ്മിൽ ചേർന്ന് പോവുകയില്ല. കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഔദാര്യമായി തരുന്ന ദാനം എന്നാണ് കൃപ. ഔദാര്യമായി, അർഹതയില്ലാത്ത സ്ഥാനത്ത് ഔദാര്യമായി നൽകുന്ന ദാനത്തെയാണ് കൃപ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത് ഔദാര്യമായിരിക്കുന്ന ദൈവകൃപ മാത്രമാണ്. നമ്മുടെ ആരുടെയും ഒരു യോഗ്യതയല്ല. നമ്മുടെ ആരുടെയും മുഖം കണ്ട് ആദരിച്ചിട്ടൊന്നുമല്ല നമ്മളെ രക്ഷിച്ച്. നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ പോലും ദൈവത്തോട് കൊള്ളരുതാത്ത ജീവിതം നയിച്ചു പോകുന്ന കാലത്താണ്. എന്തെങ്കിലും നന്മ കണ്ടിട്ടാണോ ദൈവം നമ്മളെ രക്ഷിച്ച്? ഒരു നന്മയും കണ്ടിട്ടില്ല. കൊള്ളാം, ഇവനെ രക്ഷിച്ചെടുത്ത ഇവൻ എനിക്ക് പ്രയോജനം ചെയ്യും എന്ന് നമ്മളെ കുറിച്ച് കണ്ടിട്ടാണോ? അല്ലല്ലോ. ദൈവം നമ്മളെ രക്ഷിച്ചത് കൃപയാൽ മാത്രമാണ്. ഇത് ഇന്ന് രക്ഷപ്പെട്ടപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ദൈവമേ, പാപികളും അഭക്തന്മാരുമായിരുന്നപ്പോൾ തന്നെ നീ ഞങ്ങളെ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തല്ലോ കർത്താവേ. അനുസരണം കെട്ട് ജീവിച്ചപ്പം, കൊള്ളരുതാത്തവരായി ജീവിച്ചപ്പം ഒന്ന് നോക്കിക്കേ, എത്രമാത്രം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരെയും കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കാം, ഞാൻ എന്നെ കുറിച്ച് പറയും. അതായത് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമൊന്നും ഉണ്ടായില്ല, ഉപദ്രവം ഉണ്ടായിട്ടുള്ളൂ. ആ വിധത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ കുറിച്ച് എന്ത് ചോദിക്കേ? എന്നിട്ട് എന്തിനാ ദൈവം നമ്മളെ രക്ഷിച്ച ദൈവത്തിന്റെ കൃപ? ഇതല്ലാതെ എന്താ പറയാനുള്ളത്? ദൈവത്തിന്റെ ഔദാര്യമായിരിക്കുന്ന ദാനം മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ. നിങ്ങൾ ഇനിയും ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്നൊരു പ്രബോധനം നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ഈ നിലയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നന്മ കൂടി ചെയ്തിട്ട് എനിക്ക് അതുകൂടെ വേണം എന്നെ രക്ഷിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇനിമേൽ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ ആരുടെ ഒരു നന്മ പ്രവൃത്തിയും കൊണ്ടല്ല നമ്മൾ ആരും നീതീകരിക്കപ്പെടുന്നത്. അത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് എന്ന് പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയാണ്. അപ്പം ആത്മരക്ഷ എന്ന് പറയുന്നത് കൃപയാൽ മാത്രമാണ്. റോമാലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ നോക്കിയേ. പൗലോസ് എത്ര ഊന്നൽ കൊടുത്താ പറയുന്നതെന്ന്. റോമാലേഖനം 10 അല്ല കേട്ടോ, റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനും പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെ ഈ കാലത്തിലും, അപ്പൊ എല്ലാ കാലത്തിലും ദൈവത്തിന്റെ കൃപയാൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, അങ്ങനെ ഈ കാലത്തിലും ഉണ്ട് ദൈവത്തിന്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനും പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. എന്നിട്ട് 6-ാം വാക്യം പറയാണ്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല.
ആകയാൽ എന്ത് ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അപ്പൊ കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഗലാത്യലേഖനത്തിൽ പറയുന്നത് കൃപയിൽ നിന്ന് വീണു പോകും ഒരുത്തൻ പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ പോയാൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും ഒരു നന്മ പ്രവൃത്തി ചെയ്യേണ്ടെന്നാണോ ഞാൻ പറയുന്നത്? അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ആരും നന്മ പ്രവൃത്തികൾ ചെയ്യരുന്നല്ല, നമ്മൾ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അത് നമുക്കറിയാമല്ലോ. നമ്മൾ ചെയ്തു പോരേണ്ടതിന് ദൈവം ധാരാളം നന്മ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തു പോരേണ്ടതാണ്. അതെന്തിനാ? അത് രക്ഷ പ്രാപിക്കാനാണോ? അല്ല. പിന്നെ എന്താ? നമ്മൾ രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് നാം അത് ചെയ്യുന്നത്. നോക്കിയേ, എഫ് എസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നോക്കിയേ, എഫ് എസ് ലേഖന 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കൃപയാലല്ലോ, അതിന്റെ 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പൊ ആത്മരക്ഷയ്ക്ക് പ്രവർത്തികൾ കാരണമല്ല. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, നാം അവന്റെ കൈപ്പിണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്? നാം ദൈവമക്കളായതുകൊണ്ടാണ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായതുകൊണ്ടാണ്. നാം ആ ചെയ്യുന്ന സൽപ്രവൃത്തികളൊന്നും നമുക്ക് നഷ്ടമായിരിക്കുകയില്ല. അതിനെല്ലാം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വാങ്ങും എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പൗലോസ് ഇവിടെ പറയാണ്, കൃപയിൽ നിന്ന് വീണു പോകും നിങ്ങൾ പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ. ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചുപോയി. ന്യായപ്രമാണം എന്ന് പറയുന്നത് മുഴുവൻ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രവൃത്തിയായിട്ട് അവിടെ വിശ്വാസത്തിന് ഒരു സ്ഥാനവും ഇല്ല. അറിയാമോ? അതിന് താഴേക്ക് പറയുന്നുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ന്യായപ്രമാണത്തിന് വിശ്വാസത്തിൽ ഒരു സ്ഥാനവും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പിന്നെ എന്തെന്നാ പറയുന്നത്? എന്നോട് ദൈവം കൽപ്പിച്ചതായതുകൊണ്ട് ഞാൻ പ്രവൃത്തി ചെയ്യുന്നു എന്നാ പറയാൻ പറ്റുള്ളൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ന്യായപ്രമാണവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് പൗലോസ് 5-ാം ഭാഗത്തിൽ അതാ പറഞ്ഞത്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അതവിടെ പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന് വിശ്വാസം എന്ന് പറയുന്ന യാതൊരു കാര്യവുമില്ല. വിശ്വാസം കൊണ്ട് ന്യായപ്രമാണത്തിൽ ഒരു പ്രയോജനവും ഇല്ല. പ്രവൃത്തികളിലെ വിശ്വാസവുമായിട്ട് ഒരു കാര്യവുമില്ല. എന്നാല് ഈ അഗ്രചർമ്മമല്ല, പിന്നെ പരിച്ഛേദനയല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം വരുന്നത്. ഒരു മനുഷ്യന്റെ നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ് സംഭവിക്കുന്നതെന്ന് ഊന്നി പറയുകയാണ്. ഞാൻ അവിടെ ഒന്നും അധികം നേരം നിൽക്കണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, 7-ാം വാക്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഈ ഗലാത്യയിലെ വിശ്വാസികള് പൗലോസ് എന്ന് സുവിശേഷം പറഞ്ഞ വിശ്വാസത്തിന് വന്ന കാലത്ത് അവരെ കേട്ട വിശ്വാസവും അവരെ അറിഞ്ഞതായിരിക്കുന്ന സത്യത്തിനും വേണ്ടി നല്ല ജീവിതം നയിച്ചവരാണ്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിൽ നിന്നും വന്നവര് ഗലാത്യയിലെ വിശ്വാസികളെ ന്യായപ്രമാണം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അവര് കൃപയിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ഞാൻ വന്ന് സുവിശേഷം പറഞ്ഞ വിശ്വാസത്തിൽ വന്ന കാലത്ത് നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നല്ലോ, എന്നാൽ സത്യം അനുസരിക്കാതെ വന്ന ഇപ്പൊ നിങ്ങളെ ഈ കൃപയിൽ നിന്ന് തടുത്തു കളഞ്ഞത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അനുസരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയത് നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, അത് ദൈവഹിതമല്ല എന്ന്. നമ്മൾ ഇന്നും പലരോടും നിങ്ങൾ അറിയാതെയെങ്കിലും ന്യായപ്രമാണത്തിന്റെ പല പ്രവൃത്തികളും രക്ഷയ്ക്കായിട്ട് ചെയ്തു കൂട്ടുന്നു, അത് തെറ്റാണെന്ന് പറയുമ്പോൾ അവര് സമ്മതിക്കുകയില്ല. അതും കൂടെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ചെയ്യുന്നവരാണ് ലോകത്തിലുള്ളവര്. പക്ഷെ ഈ സത്യങ്ങളൊക്കെ ഈ നാളുകളിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല.
എന്നുള്ളത് നമ്മൾ ഓർക്കണം. പൗലോസ് പറയാണ്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു വലിയ കലത്തില് മാവ് കുഴച്ച് വെച്ചാല് ആ മാവിനെ പുളിപ്പിക്കാൻ ഒരല്പം പുളിമാവ് ഇട്ടാൽ മതി, ഒരു ശകലം പുളിമാവ് ഇട്ടാൽ മതി, അല്ലേ? എന്നിട്ട് അങ്ങ് അടച്ചു വെച്ചാല് പിറ്റേന്നാകുമ്പോഴേക്കും ആ കലത്തിലെ മാവെല്ലാം പുളിച്ച് പൊങ്ങി ചിലപ്പം കവിഞ്ഞൊഴുകി നിറഞ്ഞിരിക്കും. അസാരം പുളിമാവ് മതി ഒരു വലിയ പാത്രത്തിലെ മാവിനെ മുഴുവൻ പുളിപ്പിക്കാന്ന്. പൗലോസ് എന്താ അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? അതായത് ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയാൽ, നിങ്ങൾ പിന്തിരിഞ്ഞ് അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയാൽ, ആ ഒരൊറ്റ കാര്യം മതി നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പുളിപ്പിച്ച് കളയുന്നു. നിങ്ങൾ ദൈവത്തിന് കൊള്ളരുതാത്തവരായി തീരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. എന്തോരു ശക്തമായ വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത് നോക്കിയേ. നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇതെന്താ പൗലോസിന് ഇത്രയ്ക്ക് മെല്ലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പോരായിരുന്നോ? യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളവർ വന്നിട്ട് ന്യായപ്രമാണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പൗലോസിന് ഒന്ന് സമാധാനപരമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങളൊക്കെ ഈ തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ കർക്കശമായിട്ട് പറയുമ്പം പലരും പറയുന്നത്, അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അത്ര ശക്തമായിട്ടൊക്കെ പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതവരങ്ങനെ ചെയ്തോട്ടെ, അവരെന്തേലും ചെയ്യട്ടെ, എന്തെങ്കിലും വിശ്വസിക്കട്ടെ, വിശ്വാസികളാന്ന് പറഞ്ഞ് ചെയ്യുന്നവരാ. അപ്പൊ നമ്മള് കർക്കശമായിരിക്കുന്ന താക്കീത് കൊടുക്കുന്നത് തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾക്കെതിരെ. എന്നാല് പലരും അതിനോട് വിമുഖത കാണിക്കുകയാണ്. നമ്മൾ അങ്ങനെ പറയേണ്ടെന്നാ പറയുന്നത്. നമ്മൾ അങ്ങനെ പറയേണ്ടെന്ന് പറഞ്ഞാൽ പൗലോസിന്റെ വാക്യം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസ് എന്തോ ചെയ്യുന്നത്? പൗലോസ് ചെയ്യുന്നത് പൗലോസിന്റെ ഉപദേശത്തിന്, പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തില് മായം ശകലമെങ്കിലും കലർത്തിയാൽ അതിനെതിരെ കർക്കശമായിരിക്കുന്ന താക്കീത കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ ശാപിക്കപ്പെട്ടവൻ എന്ന് പറയണമെങ്കിൽ പൗലോസിന്റെ ഉപദേശത്തോട് താൻ എത്രത്തോളം വിധേയത്വമുള്ളവനായിരുന്നു, വിശ്വസ്തത പാലിച്ചവനായിരുന്നു. ശപിക്കപ്പെട്ടവൻ. അതേ കാര്യം ഇവിടെ പറയുന്നത്. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞാല് ഈ യെരൂശലേമിൽ നിന്ന് വന്ന് നിങ്ങളെ ന്യായപ്രമാണത്തിലേക്ക് കീഴിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ഒരു ക്ഷമയും കിട്ടുകയില്ല. അവര് ശിക്ഷ ചുമക്കും എന്ന് പറയുന്നത് കർക്കശമായിട്ട് പറയുന്നത്. എന്നാൽ അത് സാരമില്ല, അല്ലെങ്കിൽ അതിനോടൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണോ പൗലോസ് സംസാരിക്കുന്നത്? അല്ലല്ലോ. ഒരു ശകലം പോലും വിട്ടുവീഴ്ചയില്ല. അവൻ ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞാൽ ചുമക്കും. ഇനി പിന്നെയും വായിക്കുകയാണ്, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. വീണ്ടും എടുത്തു പറയാണ്, നിങ്ങളെ കലയിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന്. ഏതാ? പൗലോസ് പറയാണ്, ഞാൻ ഇപ്പോഴും പരിച്ഛേദനയാണ് പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ എന്തിനാ ഈ തല്ലുകൊള്ളാൻ നടക്കണേ? ഞാൻ എന്തിനാ ഈ കല്ലേറ് കൊള്ളുന്നത്? ഞാൻ എന്തിനാ മൃഗയുദ്ധം ചെയ്യുന്നത്? ഞാൻ എന്തിനാ പട്ടിണി കിടക്കണേ? ഞാൻ എന്തിനാ യഹൂദന്മാരാലും സ്വജനത്താലും മറ്റുള്ളവരാലും ഒക്കെ ഞാൻ ഈ അവമാനവും അടിയും ഇതെല്ലാം ഞാൻ കൊള്ളുന്നത്? ഈ തല്ലും തടവും ഞാൻ എന്തിനാ സഹിക്കുന്നത്? പരിച്ഛേദന ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈ തല്ലു കൊള്ളേണ്ട ആവശ്യമില്ലെന്നേ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നുവെങ്കിൽ കുരിശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ എന്ന്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യെരൂശലേമിലെ 12 അപ്പോസ്തലന്മാർ ആദ്യ നാളുകളിലെ യേശുവിന്റെ നാമം പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് ചില ഉപദ്രവം നേരിട്ടു എന്നല്ലാതെ അതിനുശേഷമുള്ള കാലങ്ങളിൽ ഈ 12 അപ്പോസ്തലന്മാര് അതേ യെരൂശലേമിൽ തന്നെയാണ് ജീവിച്ചത്.
ഏകദേശം AD 58 വരെ 12 അപ്പോസ്തലന്മാരും യെരുശലേമിൽ തന്നെ ജീവിച്ച്. 12 അപ്പോസ്തലന്മാർക്ക് നേരെ പിന്നീട് ഉപദ്രവമുണ്ടായി. ആദ്യം പത്രോസിനെ തടവിലാക്കി, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു, യാക്കോബിനെ വെട്ടിക്കൊന്നു. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം യഹൂദന്മാര് പിന്നെ ഇവർക്കെതിരെ ഒരു ദ്രോഹവും ചെയ്തില്ല. അതെന്താ ദ്രോഹം ചെയ്യാഞ്ഞ്? എന്താ ദ്രോഹം ചെയ്യുക? എന്നാൽ പൗലോസ് പോലോടുത്ത് മുഴുവൻ യഹൂദന്മാര്, ഞാൻ ആ വാക്ക ഉപയോഗിക്കുന്നത് സാധാരണ, യഹൂദന്മാര് പുറകെ നടന്ന് പേപ്പറ്റിയെ തല്ലുന്ന പോലെ തന്നെയായിരുന്നു. അതെന്താ ഈ പൗലോസും 12 അപ്പോസ്തലന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ 12 അപ്പോസ്തലന്മാർക്ക് പിന്നീട് ഉപദ്രവമില്ലാഞ്ഞ്? 12 അപ്പോസ്തലന്മാര് ന്യായപ്രമാണത്തിന് എതിരല്ലായിരുന്നു. അവര് ന്യായപ്രമാണം ആചരിക്കുന്നവരായിരുന്നു, ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരായിരുന്നു, ന്യായപ്രമാണം ഉപദേശിക്കുന്നവരായിരുന്നു. ആ കൂടെ യേശുവിനെ മശിഹ എന്നും കൂടെ ഉപദേശിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റ് യഹൂദന്മാരിൽ നിന്ന് 12 അപ്പോസ്തലന്മാർക്കും യെരുശലേമിലെ സഭയ്ക്കുള്ള വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഏതാ വ്യത്യാസം? യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ യേശുവാണ് യഹൂദന്മാർ കാലാകാലങ്ങളായി കാത്തിരുന്ന മശിഹ. അവനാണ് ക്രിസ്തു എന്നുള്ള കാര്യം പ്രസംഗിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ മറ്റ് യഹൂദന്മാരിൽ നിന്ന് ഈ പറയുന്നതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് തുല്യരായിരുന്നു. 12 അപ്പോസ്തലന്മാർ ആചരിച്ചു പോകുന്നത് ന്യായപ്രമാണമാണ്. ആർക്കെങ്കിലും വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഞാൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 12 അപ്പോസ്തലന്മാരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരായിരുന്നു. അവരവരുടെ മക്കളെ പരിശോധന കഴിക്കുന്നവരായിരുന്നു. യെരുശലേമിലെ വിശ്വാസ സമൂഹം മുഴുവൻ ന്യായപ്രമാണം ആചരിക്കുന്നവരായിരുന്നു. അവരുടെ മക്കളെ പരിശോധന കഴിക്കുകയും അവര് 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ഒക്കെ സമയങ്ങളിൽ ദേവാലയത്തിൽ പോവുകയും, യെരുശലേം ദേവാലയത്തിൽ പോവുകയും അവിടുത്തെ കർമാദികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നവരായിരുന്നു. പിന്നെ എന്തിനാ യഹൂദന്മാർ അവരെ ദ്രോഹിക്കുന്നത്? അതുകൊണ്ട് പിൻകാലങ്ങളിൽ അവരെ ദ്രോഹിച്ചില്ല. എന്നാൽ പൗലോസോട് പറയുന്നത് കേട്ടോ, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നുവെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ എന്ന്. പൗലോസ് എവിടെ ചെന്നാലും പരിച്ഛേദനയിൽ ഒരു ജനവും നീതീകരിക്കപ്പെടുകയില്ല, പരിച്ഛേദന കൊണ്ട് ഒരുത്തനും നീതീകരണം വരികയില്ലെന്ന് പറയും. ഇത് കേട്ട യഹൂദന്മാർക്ക് സഹിക്കുവോ? യഹൂദന്മാര് പുറക്കെ നടന്നടിക്കുക, കൊല്ലാൻ എവിടുന്ന ഒരു അവസരം കിട്ടുന്നേന്ന് നോക്കി യഹൂദന്മാര് പൗലോസിന്റെ പുറകെ തന്നെ നടക്കുക എപ്പോഴും, അല്ലെ? കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പൗലോസ് അനുഭവിച്ച കഷ്ടപ്പാടുകളിലൊക്കെ പട്ടിക വിവരിക്കുന്നില്ലയോ? അതെന്തിനാ ഈ പൗലോസിന് മാത്രത്തോട് ഉപദ്രവം നേരിട്ടെന്നറിയാമോ? ന്യായപ്രമാണം വേണ്ട, ന്യായപ്രമാണത്താൽ ആർക്കും നീതീകരണം ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാര്യത്തിലല്ലേ ഒരു പ്രാവശ്യം പത്രോസുമായിട്ട് ഉടക്കേണ്ടി വന്നത്? പത്രോസ് അപ്പോസ്തലനായിട്ടൂടെ ഉടക്കേണ്ടി വന്നത് പത്രോസ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അന്ത്യോക്യ സഭയിൽ വന്ന് ജാതികളോട് കൂടെ തിന്നു കുടിക്കുന്നതെന്നൊക്കെ മാറി നിന്ന് ഒരു ഒരു തരംതിരിവൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് പത്രോസായിട്ട് ഉടക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണത്തോട് അത്രമാത്രം എതിർത്ത് നിന്നവനായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ന്യായപ്രമാണത്തിലേക്ക് കൊണ്ടുപോയി വീണ്ടും അടിമനോകത്തിന്റെ കീഴിലേക്ക് കൊണ്ടുപോയി വിടുന്നവര് ആ ഉപദേശിക്കുന്ന അവരുടെ ആ നാവ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ആ നാവ് അവരങ്ങ് മുറിച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന്. അവരംഗച്ഛേദം, നിങ്ങളെ കലയിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവയവം മുറിച്ചു കളയുന്ന അതിനേക്കാൾ നല്ലത്. എന്തോ ഒരു കാര്യം നോക്കിയ പൗലോസിന്റെ സുവിശേഷത്തെ കുറിച്ച് ഇത്രമാത്രം ഉറപ്പും നിശ്ചയവും ധൈര്യവും ഉള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ 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 തെറ്റിച്ച് കളയുന്നവൻ ആരായാലും ശിക്ഷാവിധി നോക്കും, നിങ്ങളെ തെറ്റിച്ച് കലയിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. 13-ാം വാക്യം നോക്കിയേ. 13-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്.
നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്. ഇപ്പൊ 5-ാം അധ്യായത്തിന് 1-ാം വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം തന്നെയല്ലേ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഭവത്തിൽ പിന്നെയും കുടുങ്ങി പോരുത്. അതേ കാര്യം ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതില് ന്യായപ്രമാണം, ആ ഒരു വാക്യത്തില് ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനുള്ളായിരിക്കുന്ന നീതീകരണം, വിശ്വാസത്തിലുള്ളായിരിക്കുന്ന കൃപയാലുള്ള നീതീകരണത്തിൽ വന്നവര് സ്വാതന്ത്ര്യരാണ്. ഇതിൽ നിന്ന് സ്വതന്ത്രരാണെന്ന്. ഏതിൽ നിന്ന് അവര് സ്വതന്ത്രരായത്? ന്യായപ്രമാണത്തിൽ നിന്ന്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? ന്യായപ്രമാണത്തിൽ നിന്ന്. അല്ലാതെ നമ്മൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്ത് ഏത് തോന്നിയാസവും ചെയ്ത് ജീവിക്കാമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ സ്വാതന്ത്ര്യം അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ നിയമാവലികളായിരിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജഡത്തിന്റെ ഇംഗിതങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാക്കപ്പെട്ടു. അത് ജഡത്തിന് അവസരമാക്കി ഇനി ഞങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം, ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് ജഡത്തിന് അവസരമാക്കുക മാത്രമേ ചെയ്യരുത്. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കുന്ന ഉപദേശത്തില് ഒരു ന്യായപ്രമാണം മുഴുവനുണ്ടെന്ന് പറയുന്നത്. മുഴുവനുണ്ട്. അപ്പം നമ്മൾ നോക്കിയേ പ്രിയമുള്ളവരെ, നമ്മളുടെ സഹോദര വർഗങ്ങളോടുണ്ടായിരിക്കുന്ന നമ്മുടെ വാത്സല്യം എത്രത്തോളം ഉണ്ട്, നമ്മുടെ പ്രിയ എത്രത്തോളം ഉണ്ട്, നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെപ്പോലെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നമ്മളെപ്പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് സ്നേഹം എന്ന കൃപാവരത്തിൽ വിജയിച്ചവരാണ്. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നില്ലേ, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു, ആരും തൻ്റെ ജഡത്തെ ഒരു നാള് പകച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭാര്യയെ കുറിച്ച് പറയുകയാണ് ഭർത്താവിന്റെ സ്വന്തം ജഡമാണെന്ന്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ സ്വന്തം ജഡം, സ്വന്തം ശരീരമാണ്. അപ്പൊ ഭാര്യയെ സുരത്തൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ സ്വാതന്ത്ര്യം സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട് വിനിയോഗിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ അന്യോന്യം, പൗലോസോട് എടുത്തു പറയുന്ന നോക്കിയേ, പൗലോസ് പറയുന്ന നോക്കിയേ, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് സഭകളിലൊക്കെ ഈ സഹോദരന്മാർ തമ്മിലുള്ളായിരിക്കുന്ന പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. ഞാൻ ഓർക്കുന്നു, ഞാൻ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലത്ത്, അതായത് നീലഗിരിയിലെ ഞാൻ ഒരിക്കൽ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. 2 പെന്തക്കോസ്ത് സഹോദരന്മാര് ഒരുത്തൻ എളിയിൽ നിന്ന് മറ്റവനെ കുത്താൻ കത്തിയെടുത്തു. അപ്പോൾ മറ്റേ വ്യക്തി ഈ കടയുടെ നിരപ്പലകിടുന്ന വലിയ നീളമുള്ള കമ്പിയുണ്ട്. പഴയ കടകളുടെ ഒക്കെ വാതിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നിരപ്പലകയാണ് ഇട്ടടയ്ക്കുന്നത്. അത് ക്ലോസ് ചെയ്യുന്നത് വലിയ കമ്പി ഇട്ടിട്ടാണ്, അറിയാമല്ലോ. അപ്പൊ അവൻ കമ്പി വലിച്ചെടുക്കുന്നു സഹോദരനെ തന്നെ. മറ്റേ രണ്ടുപേരും ഒരു ചർച്ചിലെ മെമ്പർമാരാന്ന് ഓർക്കണം. അപ്പോ അവൻ കമ്പി വലിച്ചെടുക്കുന്നു, ഇവൻ എളിയിൽ കത്തി തിരികെ വെച്ചിരിക്കുകയായിരുന്നു. ആ കത്തി എടുക്കുന്നു കുത്തൻ. ഇത് സഹോദരന്മാര് ചെയ്യുന്നതാണ്. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് വിശ്വാസികൾ ചെയ്തതാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തായാലും അന്നേരത്തേക്ക് ആൾക്കാർ കയറി പിടിച്ചു, കാര്യമായിട്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. ഇതിനാണോ ക്രിസ്തു നമ്മളെ ഒന്നാക്കി തീർത്തിരിക്കുന്നത്? നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് പ്രിയമുള്ളവരെ. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. നമ്മൾ ഒരു ശരീരമാണ്. ഒരപ്പമല്ലേ നമ്മൾ നുറുക്കുന്നത്? ആ ഒരപ്പത്തിന്റെ അംശങ്ങളല്ലേ നമ്മൾ ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ അവയവങ്ങളല്ലേ? അപ്പം നമ്മൾ അന്യോന്യം തിന്നുകയും കടിക്കുകയും ചെയ്തതിൽ ഒരുവനാൽ ഒരുവൻ ഒഴുകി പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയാണ്. അപ്പം ന്യായപ്രമാണം സഹോദരനെ സ്നേഹിക്കുക എന്നുള്ള ഏക വാക്യത്തിൽ എല്ലാ ന്യായപ്രമാണവും ഉണ്ടെന്ന് പറഞ്ഞു.
അത് മാത്രം ചെയ്താൽ മതി, നമ്മൾ ന്യായപ്രമാണം ചെയ്ത് പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്നേഹത്തിൽ എന്തോരം ഊന്നൽ കൊടുക്കണം, നമ്മുടെ സഹോദരവർഗത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണം, അത് നമ്മൾ മനസ്സിലാക്കുക. ശരി, 16 വാക്യം തൊട്ട് 24 വാക്യം വരെ അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. അതെന്താ കാരണം എന്നറിയാമോ? ഇവിടെ വിവരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനത് ഷോർട്ടായിട്ട് പറയാം. 16 വാക്യം തൊട്ട് 24 വാക്യം വരെ ഒന്ന് വേഗത്തിൽ വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വായയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒരു വലിയ പട്ടികാന പറഞ്ഞു. പക്ഷെ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ നിന്നും വീണു പോകുമെന്നോ കൃപയിൽ നിന്ന് നശിച്ചു പോകുമെന്നോ നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെട്ടവരായി തീരുമെന്നോ ഒന്നും അല്ലട്ടോ അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും ആരും ധരിച്ചേക്കല്ലേ. സ്വർഗരാജ്യം ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ജഡത്തിന്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അവൻ കൃപയിൽ നിന്ന് വീണുപോയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ പട്ടിക ഒന്ന് വായിക്കുക, ജഡത്തിന്റെ പ്രവൃത്തികളുടെ പട്ടിക. അതിലേതെങ്കിലും ഒന്ന് നമ്മളിൽ ആരെങ്കിലും ചെയ്യാത്തവരായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തൊക്കെയാ ജഡത്തിന്റെ പ്രവൃത്തി? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം. ആ മേലെയുള്ളതൊക്കെ ഇല്ലാന്ന് വെച്ചാലും ഈ താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി, അവിടെ എവിടെയെങ്കിലും നമുക്ക് കുഴപ്പം പറ്റിയിട്ടില്ലേ? പക, പിണക്കം. നിങ്ങൾ ആരോടും പിണങ്ങിയിട്ടില്ല കർത്താവിനെ അറിഞ്ഞ ശേഷം? ഇല്ലേ? നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കി, ആരോടും പിണക്കം തോന്നിയിട്ടില്ല? ആരെന്ത് ചെയ്യാത്തവരുള്ള? ഈ പിണങ്ങാത്തവർ ആരാ ഉള്ളേ? ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ ആ പറയുമ്പോൾ അതിന് തൊട്ട് മേലെ പറയുന്ന 18 വാക്യം നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് പറഞ്ഞാൽ പൗലോസിയുടെ ഒരു വലിയ എന്താണ് വലിയൊരു ശാസ്ത്രം പറയുകയാണ്. ഒരു മനുഷ്യന് 2 യജമാനന്മാരുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാം? 2 യജമാനൻ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, ഒരു മനുഷ്യനല്ല, ഒരു ക്രിസ്തുവിലുള്ള ഒരു ദൈവമകന് അല്ലെങ്കിൽ ഒരു ദൈവമകൾക്ക് 2 യജമാനന്മാരുണ്ട്. ഒന്ന് ജഡമെന്ന യജമാനൻ, 2 ആത്മാവ് എന്ന യജമാനൻ. ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണം ആർക്കുള്ളതാണ്? ഞാനൊരു വാക്യം വായിക്കട്ടെ, തിമോത്തിയോസിന്റെ ലേഖനം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാണ് ന്യായപ്രമാണം എന്നുള്ളത്. അതിന്റെ 1-ാം ലേഖനം, തിമോത്തിയോസ് 1-ാം ലേഖനം 1-ാം അധ്യായം, അതിന്റെ 8-9 വാക്യം നോക്കുക. എന്നിട്ട് നിങ്ങൾ ഗലാത്യ ലേഖനത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലാവും എന്താണ്. ന്യായപ്രമാണമോ നീതിമാനല്ല, പിന്നെ ആർക്കാ? അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥനക്കാർ,
നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, സത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതൊന്നിനും അത്രേ വെച്ചിരിക്കുന്നത്. എന്ത് വെച്ചിരിക്കുന്നത്? ന്യായപ്രമാണം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാലും മതിയേ. ന്യായപ്രമാണമോ നീതിമാനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പട്ടിക പറയുകയാണ്. പിന്നെ ആർക്കാ ന്യായപ്രമാണം? അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ഭാഗ്യന്മാർ, പിതൃകന്താക്കൾ, മാതൃകന്ത, അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പൊ ഈ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം എന്താ? ഗലാത്യലേഖനത്തില് ഈ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ ഗുണം വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൊള്ളാവുന്നവനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അതായത് ജഡത്തിൽ പാപം വസിക്കുന്നു, ജഡത്തിൽ കൊള്ളരുതായ്മ വസിക്കുന്നു, ജഡത്തിൽ മ്ലേച്ഛത വസിക്കുന്നു. ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന വഴിയിൽ നിന്ന് നേരെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുകയാണ്, ആകയാൽ ആ ന്യായപ്രമാണത്തിന്റെ കീഴായിരിക്കുന്ന അല്ലെങ്കിൽ ജഡത്തിന് വേണ്ടി കൊടുത്ത ന്യായപ്രമാണത്തിന് കീഴിൽ ജഡത്തിന്റെ പ്രവൃത്തികളല്ല നമ്മളെ ഭരിക്കേണ്ടത്. ആ ജഡത്തിന്റെ പ്രവൃത്തികളുടെ കീഴിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. ജഡത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെയുള്ള കൊള്ളരായ്മകളെല്ലാമാണ്. അത്രയും പട്ടിക പറഞ്ഞിട്ട് പറയാം, ഇതെല്ലാമാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ. എന്നാൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, കണ്ടോ 18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറഞ്ഞിട്ടാണ് ജഡത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്. ജഡത്തിന്റെ പ്രമാണത്തിന് കീഴിലുള്ളവര് ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പെന്ന് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 2 യജമാനന്മാരുടെ കീഴിലാണ് ഇന്നത്തെ മനുഷ്യലോകം മുഴുവൻ. 2 യജമാനന്മാര്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു മനുഷ്യന്റെ യജമാനൻ ദൈവാത്മാവാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ജഡത്തിന്റെ പ്രമാണങ്ങളാണ്. ഈ കാര്യം പറയുന്നത്, അല്ലാതെ ദൈവമക്കൾ ആരും ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്തത് രക്ഷ നഷ്ടപ്പെടും എന്നുള്ള അർത്ഥമൊന്നുമല്ല അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഞാനത് പറയുമ്പോൾ മനസ്സിലാക്കുകയില്ല. അതായത് ജഡത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലല്ല നമ്മളുള്ളത്, നിയമത്തിന്റെ കീഴിലല്ല നമ്മളുള്ളത്. പിന്നെയോ നമ്മൾ ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ദൈവാത്മാവിന്റെ ഉപദേശത്തിന് കീഴിൽ നടക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. ആത്മാവിന്റെ ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലം ഏകവചനമാണ്. ആത്മാവിന്റെ ഫലം. അപ്പം ജഡത്തിന്റെ പ്രവൃത്തികളും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, ആ യജമാനല്ല നമ്മളെ ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലമോ ചോദിക്കാം. 22-ാം വാക്യം, ആത്മാവിന്റെ ഫലമോ. അതെന്താ ഈ ഫലം എന്ന് ഏകവചനം പറഞ്ഞ്? ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്, എന്നിട്ട് ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായോ? ക്രിസ്തുവിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ ഇച്ഛകളല്ല നിങ്ങളെ ഭരിക്കുന്നത്, ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളുള്ളത്. റോമാലേഖനം 7-ാം അധ്യായം നിങ്ങളോട് നന്നായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും അത് വിശദീകരിച്ച് അതിലേക്ക് പോകുന്നില്ല. എന്നറിയാമോ? വിശദീകരിച്ച് പോവാന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം പറഞ്ഞു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യം എന്തറിയാമോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്റെ ശരീരത്തിലെ 2 പ്രമാണത്തെ ഞാൻ കാണുന്നു. ഒന്ന് നീതിയുടെ പ്രമാണം, ഒന്ന് പാപത്തിന്റെ പ്രമാണം. ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം എന്റെ പാപത്തിന്റെ പ്രമാണം എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പോയിന്റിൽ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നറിയോ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്റെ ജഡത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, എന്നെ വിടുവിക്കാൻ
ശക്തനായവന്റെ കൈകളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കാത്ത ഒരുത്തൻ എപ്പോഴും ഈ ജഡവുമായിട്ട് മൽപിടുത്തത്തിലായിരിക്കും. ജഡം പറയും അത് ചെയ്യടാ, ഇത് ചെയ്യടാ, അത് ചെയ്ത നല്ല സന്തോഷമാടാ, അങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, നല്ല കാര്യങ്ങളാടാ എന്ന് പറയും. അന്നേരം ഇപ്പോഴത്തെ ന്യായപ്രമാണം മുന്നോട്ട് പറയും, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പറ ന്യായപ്രമാണം വരൽ ചൂണ്ടാണ്, നോ നോ നോ. ജഡത്തിന്റെ പ്രമാണം പറയും അങ്ങോട്ട് അത് ചെയ്യടാ, നല്ല സുഖം, അങ്ങോട്ട് ചെല്ലാൻ പറയും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ പിന്നെ ജഡത്തിന്റെ പ്രമാണത്തിന് കീഴിലല്ല നമ്മളെ പിന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ഭരിക്കുന്നത്. ദൈവാത്മാവിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന ഗലാത്യ ലേഖനം 5 ജഡത്തിന്റെ പാപപ്പട്ടികയായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അത് നമ്മളെ കുറിച്ച് പറയുന്നതല്ല. അത് ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത്? ഈ ജഡത്തിൽ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇതൊക്കെയാണ്. നിങ്ങൾ ജഡത്തിലുള്ളവരല്ല. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ആ വാക്യങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയ 16 മുതൽ ആത്മാവിനെ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പോയിന്റ് മനസ്സിലായില്ലേ? ഇനി ആ വാക്യം നോക്കിയ 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ. കണ്ടോ, വേറൊരു യജമാനന്റെ കീഴിലായി നമ്മളെന്ന്. ജഡത്തിന്റെ യജമാനെ വിട്ട് വേറൊരു യജമാനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പൊ 2 യജമാനന്മാരുടെ കീഴിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പോക്കലിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ജഡത്തിന്റെ പ്രമാണമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളാരും ഒന്നും കോപിക്കാത്തവരല്ല, നമ്മളാരും ഒരു സഹോദരനെ പോലും പായിക്കാത്തവരല്ല. പക്ഷേ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യും. തെറ്റ് ചെയ്താൽ നമ്മൾ ഏറ്റു പറയും, അല്ലെ? സഹോദരനോട് തെറ്റ് ചെയ്താൽ പറയും, സോറി ബ്രദറെ, ഞാൻ ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഞാൻ ചെയ്യില്ല കേട്ടോ എന്ന് പറയും. എന്നെ കൊണ്ട് എന്തെങ്കിലും ബ്രദറിന് അല്ലെങ്കിൽ സഹോദരിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറയും. അതെങ്ങനെയാ പറയുന്നത്? അവിടെയാണ് ആത്മാവിന്റെ പ്രവൃത്തി ജയിക്കുന്നത്. അപ്പം ഈ ജഡത്തിന്റെ പ്രമാണങ്ങളും ആത്മാവിന്റെ പ്രമാണങ്ങളും എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലുണ്ടായിരിക്കുന്ന മനുഷ്യരുടെ 2 പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ പറയുന്നതായിരിക്കുന്ന എന്താണ്, വിശ്വാസത്താൽ അല്ലാതെ ഒരു കാലത്തും ആരും നീതീകരിക്കപ്പെടുകയില്ല. ആത്മാവിനാലുള്ള നീതീകരണമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം എന്ന ഏക വ്യവസ്ഥയിലാണ് നമ്മുടെ നീതീകരണം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളിനി ജഡം എന്ന യജമാനന്റെ കീഴിലുള്ളവരല്ല, ആത്മാവെന്ന ദൈവത്തിന്റെ ദൈവമാകുന്ന യജമാനന്റെ കീഴിലാണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ നിവർത്തിക്കില്ല. 25-26 അത്ര 2 വാക്യം കൂടെ ഉള്ളൂ. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ, വീണ്ടും പറയാണ്, ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നോക്കിയേ, ഒരു യജമാനെ പോലെ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് കൺട്രോളിങ്ങിൽ വരാൻ, ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. അപ്പോൾ നമ്മൾ ആരും എന്താണ്, ജഡത്തിന്റെ കീഴിലുള്ളവരല്ല, ജഡത്തിന്റെ പ്രവൃത്തിയിലും കീഴിലുള്ളവരല്ല. അതുകൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് ഘോരം സഭകളിലൊന്നും പ്രസംഗിക്കണ്ട. അത് നമുക്കുള്ളതല്ല. അതെന്താണെന്ന് പൗലോസ് ഒരു എന്താ പറയുന്ന ഒരു തെളിവ് നൽകുകയാണ്. എന്താ ജഡത്തിന്റെ പ്രവൃത്തികളെന്ന് തെളിവ് നൽകുകയാണ്. എന്നാലും നമ്മൾ അതിന്റെ കീഴിലല്ല, നമ്മൾ ആത്മാവിന്റെ കീഴിലാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ കാര്യം പറയുകയാണ്. അപ്പം വിശ്വാസത്താൽ അല്ലാതെ നമുക്ക് നീതീകരണമില്ല, പ്രവൃത്തിയാൽ നമ്മൾ ആരും നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ജഡം എന്ന യജമാനന്റെ കീഴിലല്ല നമ്മളുള്ളത്, ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവത്തിന്റെ കീഴിലാണ് നമ്മളുള്ളത്. നമ്മളെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. കർത്താവ് നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിലൂടെ ഞാൻ ഈ ക്ലാസ് പൂർത്തീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായം അടുത്ത ആഴ്ചയിൽ പറഞ്ഞ് പൂർത്തീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ഗലാത്യ ലേഖനം തീർക്കാം. അടുത്ത ആഴ്ചയും കൂടെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം.
നമുക്ക് ദൈവവചനം ഒരുമിച്ച് പഠിക്കാം. എന്നെ കേട്ട എല്ലാവർക്കുമായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.